നമ്മുടെ പ്രിയകരനായ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിന്റെ സമ്മതിതനായ നേതാവ് കെ കുഞ്ഞാലിക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പ്രസംഗം തുടരുന്നില്ല. ഇക്കാലത്തും രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമായി വന്യമൃഗശല്യം മാറിപ്പോകുന്നു. അതുകൊണ്ട് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ മലയോര കർഷകർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തെ മുഴുവൻ മലയോര കർഷകർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരം നിലമ്പൂരുകാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നു. ഇടത് സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള കേരളത്തിലെ കർഷക ജനതയ്ക്ക് വേണ്ടി കൂടി നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളും എവിടെ എത്തി? 9 കൊല്ലം ഒരു ഗവൺമെന്റും 9 കൊല്ലം ഒരു ഭരണകക്ഷി എംഎൽഎ എന്തെങ്കിലും കിട്ടിയോ? ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തേണ്ടത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വച്ചിരിക്കുന്ന ഷൗക്കത്തിന് അദ്ദേഹത്തിന്റെ കൈപ്പത്തിയുടെ അടുത്ത് വോട്ട് രേഖപ്പെടുത്തി നിങ്ങൾ വിജയിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. പോയി നിങ്ങളാണാക്കി വാപ്പ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടാണ് മക്കളെ വിട്ടു പോണ മാതിരി ഇവിടെ എംഎൽഎ ഉണ്ടായി. എംഎൽഎ നിങ്ങളായിട്ട് വിട്ടു പോയി. പിന്നെ രണ്ടാമത് എന്താ കാര്യം? ഒരു വനംവകുപ്പ് മന്ത്രി ഉണ്ട്, അയാൾക്ക് എന്താ പണി? ആരെങ്കിലും മരിച്ചാൽ ഓർക്കൊണ്ടേ കണ്ട് ചെക്ക് കൊടുക്കുന്ന പരിപാടി അല്ല എന്താക്കുന്ന പരിപാടി. അദ്ദേഹത്തിന് നിങ്ങൾ ആലോചിക്കുക, കടുവ വയനാട്ടില് ആളെ കടിച്ചു വന്നു. ആ കടിച്ചു വന്നോടത്തന്നെ മന്ത്രി ഡിങ് 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 എന്നാണ് ഡാൻസ് കളിക്കല് അവിടെ കോഴിക്കോട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അയാൾ അവിടെ പോയോ? എന്തിനാണ് ഒരു മന്ത്രി? അവസാനം അത്തും പുത്തുണ്ടായേക്ക് അയാൾ പോയിക്കാണ്ട് ഇവിടെ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പം അതിന് ഗൂഢാലോചന എന്ന് പറഞ്ഞ മന്ത്രിയോടൊക്കെ എന്ത് പറയാൻ നമ്മൾ? അങ്ങനത്തെ ഒരു ഗവൺമെന്റും അങ്ങനത്തെ ഒരു മന്ത്രിമാരാണ് ഭരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാൻ ഒരു CPM-ന് ഒരു സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ആര്യാടൻ ഷൗക്കത്തിനെ ഞാൻ ഹാരമണിയിച്ച് സ്വീകരിച്ചത് കേരളത്തിന്റെ മാറ്റത്തിലേക്കാണ്, ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിലേക്കാണ്. UDF-ന്റെ സമുന്നതരായ നേതാക്കൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ സീനിയർ നേതാക്കൾ, പുതുമുഖങ്ങൾ, യുവാക്കൾ, ചെറുപ്പക്കാർ അവരൊക്കെ ഒരുങ്ങി ഭാവി കേരളത്തിലെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഒരുങ്ങി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനോടൊപ്പം ചരിത്രത്തിൽ ആര്യാടൻ മുഹമ്മദ് സാഹിബിന്റെ കാലത്ത് നിലമ്പൂരിനെ എങ്ങനെ മാറ്റിയെടുത്തോ, ഈ മലയോര മേഖലയെ എങ്ങനെ സംരക്ഷിച്ചോ, അങ്ങനെ ഷൗക്കത്തിന് പിന്തുണ കൊടുത്ത് സംരക്ഷിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. കേരള കോൺഗ്രസിന്റെ സമ്മേളന ഫ്രാൻസിസ് ജോർജ്, മോഹൻസ് ഒക്കെ ഈ വേദിയിലുണ്ട്. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് പോരാടുന്നവരാണ് അവരൊക്കെ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഷൗക്കത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു 5-8 മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു കൊല്ലത്തേക്കുള്ള ഒരു MLA സ്ഥാനത്തിന്റെ പ്രശ്നമല്ല. അതൊരു മാറ്റത്തിന്റെ പ്രതീകമാണ്, ചേഞ്ചിന്റെ പ്രതീകമാണ്, ചേഞ്ചിന്റെ കേളികൊട്ടാണ്. കേരളത്തിലെ ഒരു മാറ്റം വേണ്ട, ചേഞ്ച് വേണ്ട എന്ന് ആരെങ്കിലും പറയും. ഇപ്പോഴുള്ള പുലി പിടിച്ചു തിന്നലും ആന വന്ന് ചവിട്ടിക്കൊല്ലലും. ഞാനിപ്പോ PK ബഷീറിന്റെ കൂടെ യാത്ര ചെയ്ത് വരികയായിരുന്നു. ഇടവേണ്ട അങ്ങാടിയിലെത്തി. ഇപ്പൊ പറയാറ് ബഷീർ എന്നാൾ ആന പോയത് ഇതിലെ അങ്ങാടി കൂടി. അങ്ങാടിയിൽ ഇറങ്ങി ആട് നടക്കണ മാതിരി ആന നടക്കണ കാലത്ത് അതിനൊരു മാറ്റം വേണ്ട എന്ന് മനുഷ്യന്മാരാരെങ്കിലും പറയും. പൂച്ച നടക്കണ മാതിരി പുലി ഏത് അങ്ങാടിയിലും ഇറങ്ങാം, ആളെ പിടിച്ച് തിന്നാം എന്ന ഈ കാലത്ത്
അതിനൊരു മാറ്റം വേണ്ട എന്ന് ആരെങ്കിലും പറയും? മാറ്റം ഉണ്ടാവില്ല. ഇടതുപക്ഷമാണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ MLA, സിറ്റിംഗ് MLA രാജിവെച്ച് പോയത് എന്തിനു വേണ്ടിയാ? ഈ ഗവൺമെന്റ് ശരിയാവൂല, ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് രാജി. പിന്നെ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഒരു ശക്തിക്ക് കഴിയുള്ളൂ, അത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ്. ഞങ്ങളുടെ കയ്യിൽ മാറ്റത്തിന്റെ അജണ്ട ഉണ്ട്, യാതൊരു സംശയം വേണ്ട, യാതൊരു സംശയം വേണ്ട. ഞാനിപ്പോ ഇവിടെ കോഴിനാടിനോടും ബാക്കി MLA-മാരോടും ഒക്കെ സംസാരിച്ചു. ഞങ്ങൾ അതിന്റെ പണിപ്പുരയിലാണ്. ഈ മലയോര മേഖലയിൽ നടത്തിയ ജാഥാവേളയിൽ, ശ്രീ സതീശൻ നേതൃത്വം കൊടുത്ത് നടത്തിയ ജാഥാവേളയിൽ ഞങ്ങളത് ഒരു ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. AI ടെക്നോളജിയൊക്കെ അങ്ങേ അറ്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ കാലത്ത് മനുഷ്യരെ പുലി പിടിച്ച് തിന്നുന്നതും ആന വന്ന് ചവിട്ടിക്കൊല്ലുന്നതും പരിഹരിക്കാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. മാത്രമല്ല, പ്രാകൃത യുഗത്തിൽ മനുഷ്യൻ പുലിയെയും വന്യമൃഗങ്ങളെയും പേടിച്ച് ജീവിച്ചിരുന്ന പോലെ ജീവിക്കേണ്ട കാലമല്ല. അതിന് പരിഹാരമുണ്ട്. പരിഹാരം UDF-ന്റെ മാനിഫെസ്റ്റോയിൽ വരും, ഐക്യജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ. ഒരു പുലി ഇറങ്ങൂല, ഒരാനയും അങ്ങാടിയിൽ ഇറങ്ങൂല. ഞങ്ങളുടെ കയ്യിൽ അതിന് പരിഹാരമുണ്ട്. അത് പരിഹാരം കാണും. ഇപ്പൊ പരിഹാരമില്ലാത്ത എന്തുകൊണ്ടാന്ന് ഞാൻ പറയണ്ടല്ലോ. വനം മന്ത്രിയുടെ പ്രതികരണം കണ്ടാൽ അറിയാം. ആന വരും, പുലി വരും, ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നല്ലേ. ഇലക്ട്രിസിറ്റി വയറ് താഴെ വീണ് മരിക്കും, ഞങ്ങൾ എന്ത് ചെയ്യാൻ, അറിഞ്ഞില്ല, പെറ്റീഷൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന വൈദ്യുതി ഡിപ്പാർട്ട്മെന്റ് അല്ലേ. മാറ്റം വേണ്ടില്ല എങ്കിൽ ഇതൊക്കെ തുടരും, മാറ്റം ഇല്ലെങ്കിൽ ഇതൊക്കെ തുടരും. ഇതിന് തുടരണോ? അതാണ് പ്രശ്നം. ഈ നാട് മുഴുവൻ നിശ്ചലമായില്ലേ. ആര്യാട് മുഹമ്മദ് സാഹിബിയുടെ MLA ആയിരുന്ന കാലത്ത്, മന്ത്രി MLA ആയി, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ലൈവായിരുന്ന ഈ നാട്, ജീവസുറ്റ ഈ നാട് ഇന്ന് കുട്ടികൾ പഠിക്കാൻ നോക്കുമ്പോൾ അവർക്ക് സീറ്റില്ല. അതുപോലെ തന്നെ 100 പ്രശ്നങ്ങൾ. ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല, ഒരു പ്രശ്നത്തിനും പരിഹാരമില്ല. കടലിൽ കപ്പൽ മുങ്ങിയാൽ, കടലിൽ കപ്പൽ പൊട്ടിത്തെറിച്ചാൽ ആ കപ്പൽ കമ്പനിക്കെതിരെ കേസില്ല, അതിന് നടപടിയില്ല, കോമ്പൻസേഷൻ ഇല്ല, മറ്റൊന്നുമില്ല. ഇത്ര നിസ്സംഗത പ്രകടിപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാവും. നമ്മുടെ കാലത്ത് ഒരു കപ്പലിൽ ചെന്ന് മുട്ടിയപ്പോ, തോണി ചെന്ന് മുട്ടിയപ്പോ, ഒരു അപകടം ഉണ്ടായപ്പോ അത് ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് ആണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ ആളുകളാണ് ഇപ്പോ കപ്പലേ മുങ്ങിയിട്ട് അതിന് കേസില്ല. കപ്പലിന് തീ പിടിച്ച് പരിസ്ഥിതി മുഴുവൻ നാശമായിട്ട് ചോദ്യം ചെയ്യാൻ ആളില്ല. എന്തൊരു ഭരണമാണ്! നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച ഉണ്ടാവും, ഒരു സംശയം വേണ്ട. ആ വലിയ തകർച്ച ഉണ്ടാവണ്ട എങ്കിൽ വീണ്ടും ഇതേ സ്ഥിതി തുടർന്നാൽ പറ്റൂല. മാറ്റം വേണം. മാറ്റം ഉണ്ടായാൽ ഫണ്ട് ഉണ്ടാവും, പണം ഉണ്ടാവും. ഇവർ പറയുന്നത് ഒന്നിനും കാശില്ല എന്നല്ലേ. കാശുണ്ടാക്കാൻ കഴിയും, ഒരു സംശയവും വേണ്ട. ഉമ്മൻചാണ്ടിക്ക് അത് ഇടുന്ന ഫണ്ട് ആകാശത്ത് ഇറങ്ങിയിരുന്നോ? ഇല്ലല്ലോ. മഴ വർഷിക്കും പോലെ ഫണ്ട് വർഷിക്കല്ല ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ ചെന്ന് പെറ്റീഷൻ വാങ്ങിയിട്ട് ആ പെറ്റീഷന്റെ അടുത്ത് ഓർഡർ ഇട്ട് കൊടുത്താൽ ഞാൻ ആ മന്ത്രിസഭയിൽ ഒരു അംഗം എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണെങ്കിൽ ആ ഓർഡർ ഇട്ടത് നടപ്പായിരിക്കും, യാതൊരു സംശയവും വേണ്ട. പണം കൊടുക്കാൻ പറഞ്ഞാൽ പണം കിട്ടിയിരിക്കും. ചികിത്സക്ക് ഫണ്ട് അനുവദിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടുമായിരുന്നു. പാണി സാറിന്റെ കാലത്ത് പാവപ്പെട്ട ആൾക്ക് ആശുപത്രിയിൽ പോയാൽ വലിയ രോഗമാണ് എന്നുണ്ടെങ്കിൽ ഫണ്ട് കിട്ടുമായിരുന്നു. ഇന്നെന്താ ഫണ്ട് കിട്ടാത്തത്? ഇന്നെന്താ ഒരു പദ്ധതി നടക്കും? ഭരിക്കാൻ അറിയാത്ത കുറെ ആളുകൾ നിന്ന് തിരിയാണ്. അതിൽ മന്മടുത്തിട്ടാണല്ലോ അവരെ കുറ്റം പറഞ്ഞ് ഇന്നതാണോ കണിയറിയിൽ നടക്കുന്നത് എന്നും പറഞ്ഞിട്ടാണല്ലോ സിറ്റിംഗ് MLA രാജിവെച്ചത്. സിറ്റിംഗ് MLA രാജിവെച്ചിട്ട് പിന്നെ അവിടെ വരേണ്ടത് എന്താ? മാറ്റാണ്. മാറ്റം വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ മത്സരം നമുക്കറിയാം. ഇടതുപക്ഷവും അതുപോലെ തന്നെ UDF-ഉം തമ്മിലാണ്. അതുകൊണ്ട് ആളുകൾ തിരഞ്ഞെടുക്കേണ്ടത് UDF-നെ. ഒരു കൊല്ലത്തേക്ക് ഒരു MLA എന്നല്ല.
ഈ നാട് കാലാകാലത്തേക്ക് ഇങ്ങനെ പറ്റൂല, അതിന് മാറ്റം വേണം എന്ന് പറയാനാണ്. നമ്മുടെ കാലത്ത് നമുക്കറിയാം, ഒരു പാലത്തിൽ ഒരു വിള്ളലുണ്ടായതിന് ഈ നാട്ടിലുണ്ടായ ബഹളം. ഇപ്പോ ഒരു പാലത്തിൽ ഒരു വിള്ളലല്ല, തുടക്കം മുതൽ ഒടുക്കം വരെ പൊട്ടും വിള്ളലും, അതുപോലെ തന്നെ റോഡ് മനുഷ്യന്റെ തലയിലൂടെ പൊടിഞ്ഞു വീഴും എന്ന സ്ഥിതിയുമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല എന്ന ഒരു നിലയിലേക്ക് പ്രതികരണമില്ലാത്ത ഒരു നാട് നീങ്ങാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കണം. പ്രതികരണം എന്നുള്ളത് നമുക്കറിയാം ബാലറ്റിലൂടെയാണ് വേണ്ടത്. അതിനുള്ള അവസരമാണ് ആര്യാടൻ ഷൗക്കത്തിനെ തെരഞ്ഞെടുക്കുന്നതിലൂടെ ഇവിടെ കിട്ടാൻ പോകുന്നത്. യാതൊരു സംശയവും വേണ്ട. ഇവിടെ എല്ലാ ജാതിമത കക്ഷികളും ബാക്കിയുള്ളവരും ഒക്കെ കൂടി ഇറങ്ങി നമുക്ക് പിന്തുണരാണ് എന്നാണ് മറ്റുള്ളവർ പറഞ്ഞിടതുവശം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജാതിമത ശക്തികളല്ല, മനുഷ്യ സമൂഹം മുഴുവൻ ഒന്നാകുകയാണ്, ഒറ്റക്കെട്ടാകുകയാണ്. ഞങ്ങൾക്ക് വയറ് വിശക്കുന്നു, ഞങ്ങൾക്ക് പഠിക്കാനിടവില്ല, ഞങ്ങളുടെ ജീവിതം കഷ്ടത്തിലാണ്, ഞങ്ങളെ പുലി പിടിച്ചു തിന്നുന്നു, ആന ചവിട്ടിക്കൊല്ലുന്നു, രക്ഷിക്കാൻ ആളില്ല, അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞിട്ടാണ് ജനങ്ങൾ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും ഒരു സംശയം വേണ്ട, വാർത്താ മാധ്യമ പ്രതികളൊക്കെ വിലയിരുത്തട്ടെ. ഞാൻ ഈ നിയോജകമണ്ഡലത്തിൽ മൊത്തം പല പ്രാവശ്യം റിവ്യൂ UDFന്റെ അതുപോലെ തന്നെ മറ്റു പല ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റിവ്യൂ നടന്നുകൊണ്ടിരുന്നു. ഇവിടെ ഇപ്പം പ്രകടമായിരിക്കുന്ന ഇവിടെയുള്ള ആ ചലനം എന്ന് പറയുന്നത് ഒരു മാറ്റത്തിൻ്റെതാണ്. അത് മറ്റെല്ലാം മറന്നു കേരളത്തിലാണ് ആ മാറ്റം വരേണ്ടത്. അതിനുള്ള സ്റ്റാർട്ടർ, തുടക്കം, അതിനുള്ള ബിഗിനിങ് അത് ഇവിടെയാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. അത് വന്നു കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തുകൾ സജീവമാവും. ഇന്ന് പഞ്ചായത്തുകൾ നിർജീവമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാവും. തെരഞ്ഞെടുപ്പ് നടന്നിട്ട് എന്താ കാര്യം? ആരധികാരത്തിൽ വന്നിട്ട് എന്താ? പഞ്ചായത്തിൽ എന്താ കാര്യം? പഞ്ചായത്തിന് ഫണ്ടില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. പിരിപ്പിക്കാനാ പറഞ്ഞത്. നിങ്ങളെ കൊണ്ട് കയ്യൊങ്ങി പിരിപ്പിച്ചോ എന്നാ പറയുന്നത് പഞ്ചായത്തിനോട്. ഇങ്ങനത്തെ ഒരു ദുസ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ ജീവസുറ്റ ഭവന പദ്ധതികൾ ഉണ്ടാവണമെങ്കിൽ വയനാട്ടിൽ നമുക്കറിയാം, ഇവിടെ കവളപ്പാറയും വയനാടും ഒക്കെ നടന്നതിൻ്റെ അടുത്ത പ്രദേശത്താണ്. കഴിഞ്ഞ വർഷകാലത്ത് എന്തൊരു ബഹളമായിരുന്നു. ഇപ്പം തീരും വീടിൻ്റെ ഒക്കെ പണി, ഇപ്പം തീരും എല്ലാം എന്നല്ലേ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പോണ പോക്കണ്ടില്ലേ? ഞങ്ങൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒപ്പം നിന്ന് ഇതൊക്കെ തീർക്കാൻ വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശ്രമിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായി ഇവരെ കൂടെ പോയാൽ പണി കിട്ടും. ഞങ്ങൾ പിന്നെ വേറെ തുടങ്ങി. യാതൊരു സംശയവും വേണ്ട, ഞങ്ങൾ വേറെ തുടങ്ങി ഞങ്ങളുടെ ഭവനം. അപ്പം ഈ രീതിയിൽ നിശ്ചലമായി ഒന്നിനും ഒരു പരിഹാരവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ് ഈ നാട്ടിൽ ഇല്ലാതാവാനും പകരം ഒരു സർക്കാർ വരാൻ ഉള്ള കേളികൊണ്ട് അതിനുള്ള ഒരു കാഹളം മുഴക്കാൻ, ആ കാഹളമാണ് ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ മുഴക്കാൻ പോകുന്നത്. എത്ര ആയിരക്കണക്കിന് വോട്ട് ഭൂരിപക്ഷം കിട്ടുന്നോ അത്രയും നല്ലതാണ് എന്നാണ് നിലമ്പൂരിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ആരെങ്കിലുമൊക്കെ ഞങ്ങളെ പിന്തുണച്ചു എന്നും പറഞ്ഞ് അപ്പുറത്ത് ഇപ്പോൾ വലിയ പ്രചാരം നടത്തിയിട്ട് കാര്യമില്ല. ഞങ്ങളുടെ മുന്നണിക്ക് ഈ നാട്ടിൽ ചെറുതും വലുതുമായ ഞങ്ങളോട് ആശയപരമായി യാതൊരു യോജിപ്പില്ലാത്ത ആളുകളും ഒക്കെ പിന്തുണ പ്രഖ്യാപിക്കലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തുടർന്നുകൊണ്ടിരിക്കും. കാരണം എന്താ? അതൊക്കെ ഇവരോടുള്ള വെറുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥി ഇന്ന് നടത്തുന്ന പര്യടനം അധികം വൈകിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് ആര്യാടൻ ഷൗക്കത്തിനെ ഒരു അശ്വമേധവും കണക്കെ ഇവിടുന്ന് ഞങ്ങൾ ഇന്നത്തെ ദിവസം അഴിച്ചു വിടുകയാണ്. ഇത് എത്തിച്ചേരുന്ന വിജയം കേരളത്തിന്റെ ഭരണ മാറ്റത്തിലായിരിക്കും, യാതൊരു സംശയവും വേണ്ട എന്ന് ഉച്ചയിത്തരം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഏശാത്ത കാര്യങ്ങളാണ് അതും പറഞ്ഞ് നടന്നിട്ട് കാര്യം. പരസ്യ പിന്തുണ UDFന് തിരിച്ചടിയാകും ഏതെങ്കിലും തരത്തിൽ? PDPയുടെ പരസ്യ പിന്തുണ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവോ എന്ന് അവരോട് കൂടി ചോദിക്കുക. എന്നിട്ട് ഞങ്ങളൊക്കെ കൂടിയാലോചിക്കുക, എന്നിട്ട് പറയാം. ഓക്കെ. ഇത്തരം ശക്തികളുടെ വോട്ട് തേടിയിട്ടില്ല എന്നാണ് ഈ കാര്യങ്ങളിലൊക്കെ ആധികാരികമായി പറയേണ്ടത് UDFന്റെ നേതൃത്വം കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തവും സുവ്യക്തവുമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
വേറെ എന്തെങ്കിലും ചോദിക്കണ്ടേ? ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഞാനിവിടെ പ്രസംഗിച്ചതുപോലെ ആന ആടുപോലെ നടക്കുന്നു. ആന ആടുപോലെ അങ്ങാടിയിൽ നടക്കുന്നു. പുലി പൂച്ച എലിയെ പിടിച്ചു തിന്നുന്ന പോലെ മനുഷ്യനെ പിടിച്ചു തിന്നുന്നു. ഈ ജീവസുറ്റ പ്രശ്നങ്ങളുമായി പോകുമ്പോൾ അതും ഇതും പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ തിരിക്കാൻ ഇടതുപക്ഷം വിചാരിച്ചാൽ കഴിയാൻ പോകുന്നില്ല. UDF സെറ്റ് ചെയ്ത ട്രെൻഡ്, ആ ട്രെൻഡ് മാറ്റാൻ ഇത്തരം പ്രചരണം കൊണ്ടൊന്നും സാധിക്കൂല. ആ വെൽഫെയറോ PDP ഒക്കെ പറഞ്ഞിട്ട് അവർ സമയം കളയണ്ട. ഇവിടെ ഷോക്കേറ്റ് മനുഷ്യൻ മരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങാടിയിൽ ഇറങ്ങി ആളെ ചവിട്ടിക്കൊല്ലുന്ന ആന, ഈ വക പ്രശ്നങ്ങളാണ് ഇവിടെ കാതലായ പ്രശ്നങ്ങളായി ഉള്ളത്. അതിന് മറുപടിയാണ് ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത്. അതിന് കഴിയില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയില്ല, വേറെ വല്ലവരും നോക്കട്ടെ എന്ന് അവർ പറയാൻ സമയമായി. അത് ഈ തെരഞ്ഞെടുപ്പിൽ നിശ്ചയിക്കപ്പെടും, യാതൊരു സംശയവും. LDF-നോടുള്ള വിരോധം കൊണ്ട് ചെയ്യുന്നതാണോ? LDF-നോടുള്ള വിരോധം കൊണ്ട് അവർ പിന്തുണയ്ക്കുന്നതാണോ? അതല്ല നമ്മൾ ചർച്ച നടത്തി വരുന്നത്? അല്ല, ഇടതുപക്ഷം ശരിയാവൂല എന്ന് പ്രഖ്യാപനം നടത്തി സിറ്റിംഗ് MLA രാജിവെച്ച തെരഞ്ഞെടുപ്പാണ്, അത് മറക്കണ്ട. അപ്പോൾ അതുകൊണ്ട് പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ഓപ്ഷൻ UDF ആണ്, അതും മറക്കണ്ട. കൂടുതലായി ഒന്നും പറയാനില്ല. ഇല്ല.